വീലർ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. മഴയൊക്കെയാണ് വരാൻ പോണത്. അവര് ഏത് സെഗ്മെന്റിലുള്ള വണ്ടികളായാലും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വണ്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മള് ക്വാളിറ്റി ബെസ്റ്റ് പ്രൈസ് ഇവിടെ പറയുന്ന പ്രൈസ് ഫസ്റ്റ് ആണ് അല്ല? അതെ 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 അതെ. എന്തായാലും ആളുകൾ വന്ന് അവർക്ക് ചെക്ക് ചെയ്ത് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെ അതെ അതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ. കൊടുക്കേണ്ടി വരും. അപ്പൊ ടെൻഷൻ വേണ്ട, ഇവിടെ ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് തരും. വണ്ടി നിങ്ങൾ ആദ്യം വന്ന് കാണാം. വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നതും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ഇവിടെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇതിന്റെ തൊട്ടപ്പുറത്താണ്. അപ്പൊ വണ്ടി കാണാൻ വരുന്ന ആൾക്ക് നല്ല ഇവിടുന്ന് കാണാം. അതെ, വിമാനം കണ്ടിട്ട് കാറും കൊണ്ടുപോകാം. വിമാനം കണ്ടിട്ട് കാറും കൊണ്ടുപോകാം. അതെ അതെ, അത് ഭയങ്കരമാണ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്റെ ചാനലിൽ ഇതുവരെ നിങ്ങളെ കാണിക്കാത്ത ഒരു അടിപൊളി ഷോറൂമാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അതായത് ലോ ബഡ്ജറ്റ് വണ്ടികൾ, സാധാരണ കാറുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. 3 ലക്ഷം രൂപക്ക് ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയ ഇന്നോവ കാർ ഉണ്ട്. അതുപോലെ തന്നെ 7 സീറ്റ് വണ്ടിയാണെങ്കിൽ ഈ എർട്ടിക വേറെ 2 പീസ് ഉണ്ട് കേട്ടോ. അതും 4 ലക്ഷം രൂപ ബഡ്ജറ്റിൽ സാധനം കിട്ടും. അതുപോലെ തന്നെ ചെറുവണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. വില 95,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. അതും ഇപ്പം മഴക്കാലമാണ് വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ചെറിയ പൈസക്ക് വണ്ടി വേണ്ട ഒരു സമയമാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ബോസേ, ഇവിടുത്തെ പാർട്ട്ണറാണ്. രണ്ടാളുണ്ടല്ലേ നിങ്ങൾ? ലത്തീഫ് ഖാ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പിന്നെ എങ്ങനെയായിരുന്നു? എത്ര വണ്ടി സ്റ്റോക്ക് ഉണ്ട് ഇപ്പോ? കാർ വണ്ണില് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്? അതെ, കാർ 1 യൂസ്ഡ് കാർ ആണ് കേട്ടോ. ഓക്കെ, കരിപ്പൂറാണ്. ഫുൾ കരിപ്പൂർ എയർപോർട്ടിന്റെ ഭാഗത്താണ് ഫുൾ കളി. ഇവിടെ ഒരുപാട് ഷോറൂമിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങളത് മാത്രമാണ് ചെയ്യാത്തത്. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് നിങ്ങളത് ചെയ്യാണ്. വാറണ്ടി ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കസ്റ്റമർ വരിക, അവര് പിന്നെ മെക്കാനിക്കിനെ ഒന്നുകിൽ കൂടെ കൊണ്ടുവരിക, ചെക്കിങ് വാറണ്ടി കൊടുക്കല്ലേ? അതെ, അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പുറത്ത് ഇവിടെ ഏത് വർക്ക്ഷോപ്പിലേക്കും കൊണ്ടുപോകാം. അവർക്ക് അവരെ നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക. അത് തന്നെയാണ് ഞങ്ങളെ ഗ്യാരണ്ടിയും വാറണ്ടി. ചെക്ക് ചെയ്തിട്ട് കൊണ്ടോട്ടെ. പഴയ വണ്ടികളായതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ 100% ഗ്യാരണ്ടി ഒന്നും നമുക്ക് അല്ല. നിങ്ങൾ ഇവിടെ മോഡൽ കൂടിയ വാഹനങ്ങൾ ഉണ്ട്, അപ്പൊ അതിനൊക്കെ വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? അതെ, അതിനൊക്കെ വാറണ്ടി ഇപ്പൊ എന്തായാലും കൊടുക്കാം. അല്ല, മോഡൽ കൂടിയ വണ്ടികൾക്ക് വാറണ്ടി തരും, കുറഞ്ഞതിന് വാറണ്ടി കിട്ടൂല. ചെക്കിംഗ് വാറണ്ടി മാത്രം. ഈ ഡെലിവറി ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് ആരെങ്കിലും വരാൻ പറ്റാതെ പ്രയാസമുള്ള ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പോ പിന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ വണ്ടി കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. കാസർഗോഡ് വരെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളെ വാക്ക് വിശ്വസിച്ചിട്ട് ഇന്ന് വരെ അതിനൊന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ ഞങ്ങള് പിന്നെ ഉള്ളത് പോലെ പറയും. ഞങ്ങള് പിന്നെ നല്ല വണ്ടികളെ പർച്ചേസ് ചെയ്യാറുള്ളൂ. പിന്നെ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ നമ്മൾ അതിന് പല പോരായ്മകളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഏത് വണ്ടിയായാലും അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ കസ്റ്റമർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കാറുള്ളൂ അല്ലെ? ഓക്കെ, നിങ്ങൾ ഇവിടെ രണ്ടാളുണ്ടല്ലോ പാർട്ട്ണർ? അതെ അതെ അതെ. പിന്നെ നൗഷാദ് ഖാ, നിങ്ങൾ ലത്തീഫ് ഖാ, നൗഷാദ് ഖാ, രണ്ടുപേര് പാർട്ട്ണറിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ അപ്പോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകർക്ക്? പിന്നെ ടൂ വീലർ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. മഴയൊക്കെയാണ് വരാൻ പോണത്. അവര് ഏത് സെഗ്മെന്റിലുള്ള വണ്ടികളായാലും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വണ്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മള് ക്വാളിറ്റി ബെസ്റ്റ് പ്രൈസ് ഇവിടെ പറയുന്ന പ്രൈസ് ഫസ്റ്റ് ആണ് അല്ലെ? അതെ 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 അതെ. എന്തായാലും ആളുകൾ വന്ന് അവർക്ക് ചെക്ക് ചെയ്ത് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെ അതെ അതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ടെൻഷൻ വേണ്ട, ഇവിടെ ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് തരും. വണ്ടി നിങ്ങൾ ആദ്യം വന്ന് കാണാം, ഫുള്ള് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല, മിയ. അതെ അതെ. പിന്നെ അപ്പോ ഇത് ലൊക്കേഷൻ എങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുക്കണ്ടേ? ഞങ്ങള് കോഴിക്കോട് എയർപോർട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട്, അതായത് കരിപ്പൂര് പിന്നെ പോലീസ് സ്റ്റേഷന്റെ കൊണ്ടോട്ടി EMEA കോളേജ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ കുമ്മിണിപ്പറമ്പിലാണ് കരിപ്പൂര് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതുപോലെ EMEA കോളേജ് തൊട്ടപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, എയർപോർട്ട് ഗാർഡൻ ഓഡിറ്റോറിയം. പിന്നെ അതിലൊക്കെ പിന്നെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ എയർപോർട്ടിന്റെ. വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നതും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ഇവിടെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇതിന്റെ തൊട്ടപ്പുറത്താണ്. അപ്പൊ വണ്ടി കാണാൻ വരുന്ന ആൾക്ക് നല്ല ഇവിടുന്ന് കാണാം. അതെ, വിമാനം കണ്ടിട്ട് കാറും കൊണ്ടുപോകാം. വിമാനം കണ്ടിട്ട് കാറും കൊണ്ടുപോകാം. അതെ അതെ, അത് ഭയങ്കരമാണ്. അപ്പോ പിന്നെ നമുക്ക് വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? അതെ അതെ അതെ. നേരെ വണ്ടിയിലേക്ക് പോവാം. ആദ്യമായിട്ട് ചെറിയ പൈസന്റെ വണ്ടികൾ തന്നെ തുടങ്ങാം. ഒരു 95,000 രൂപക്ക് ഐട്ടണ്
അല്ല ഹ്യുണ്ടായിന്റെ വണ്ടി. അതെ അതെ അതെ. ഇത് എങ്ങനെയായിരുന്നു നിൽക്കുക മോഡൽ കാര്യങ്ങളൊക്കെ? 2008 മോഡലാണ്. 2008 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. 4 ഡോർ പവർ വിൻഡോ തന്നെ. അന്നത്തെ ഫുൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർ അല്ല? സെക്കൻഡ് ഓണർ. ഓക്കെ. വണ്ടി ക്വാളിറ്റി എന്ത് പാട്? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന് നല്ല ബോഡി ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ചെറിയ ഒരു പെയിന്റ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ. 95,000 രൂപ കൊടുക്കാം. കുറയോ വില? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. കച്ചവടത്തിന്റെ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആവശ്യക്കാരനൊക്കെ വന്ന് ഹ്യുണ്ടായിന്റെ ഇയോൺ കാണിച്ചു കൊടുക്കാം അല്ലെ? ഇതെങ്ങനെയാണ് ഇക്ക? ഇത് 2014 മോഡൽ ഇറാ പ്ലസ് ആണ്. ഇറാ പ്ലസ് അല്ല, മൂന്നാമത്തെ ഓണർഷിപ്പ്. 13 വണ്ടി. 14 വണ്ടി. 14 മോഡൽ ഇയോൺ ഇറാ പ്ലസ് ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറി. മെയിൻ ഗ്ലാസ് അല്ല, മേജർ അല്ല, മേജർ ഒന്നുമല്ല. അത് ഗ്ലാസ് പല കാരണങ്ങൾ കൊണ്ട് മാറാലോ. ഓക്കെ. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും അല്ല. എന്തായാലും ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, AC 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ വരും. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെ അതെ. ഒന്ന് ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് കണ്ണടിക്കാൻ ഓടാന്നല്ലാതെ വേറെ പണിയില്ല. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? 1,65,000 രൂപ. 1,65,000 ചെയ്യാം. അതെ. 2014 ഇയോൺ ആണ്. ഓപ്ഷൻ വരുന്നത് ഇറാ പ്ലസ് ആണ് കേട്ടോ. ഒരു 1,40 വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി കേട്ടോ. 10-20 ഉറപ്പ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ വീണ്ടും ഒരു ഇയോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ലത്തീഫ്ക? ഇത് 2013 മോഡൽ. 13 വണ്ടി. 2013 മോഡൽ. അല്ല, ഇത് ഡിലൈറ്റ് പ്ലസ് ആണ്. ബേസ് മോഡൽ. ഉണ്ടാവില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പവർ വിൻഡോ ഉണ്ടാവില്ല. ഓക്കെ. വേറെ റീപ്ലേസ് ഒന്നും? ഓട്ടം ഇത് 68,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. പക്ഷെ ഓണർഷിപ്പ് കൂടുതലാണ്. ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ 5ാമത്തെ ഓണർഷിപ്പാണ്. RC വന്നൊരു മിസ്റ്റേക്ക് ആണെന്നാണ് പിന്നെ പാർട്ടി നമ്മളോട് പറഞ്ഞത്. നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടി RC അത് അവര് വാങ്ങിയത് 2ാമത്തെ ഓണർ ആയിട്ടാണ്. 3ാമത്തേതിന് പകരം RC വന്നത് 5 എന്നുള്ള നമ്പറാണ് വന്നത്. അങ്ങനെയാണ് വന്നത് എന്നാണ് പാർട്ടി പറയുന്നത്. പക്ഷെ നമുക്ക് അതില് പിന്നെ ഒരു ഉറപ്പുമില്ല. ഇപ്പൊ എന്തായാലും RC 5 നമുക്കത് 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 1,10,000 കൊടുക്കല്ലേ? അതെ. 2013 മോഡൽ ഡിലൈറ്റ് 13 വണ്ടി. 1,00,000 രൂപ ലോണും ചെയ്യാൻ പറ്റും. അല്ല, ഈ ഓണർഷിപ്പിന്റെ എന്തായാലും പഴയ വണ്ടിയല്ലേ, അത്ര കേറാതിരിക്കൂല. ഈ വണ്ടി എന്ത് പാട്? വണ്ടി ഓൾമോസ്റ്റ് നല്ല വണ്ടിയാണ്. ചെറുതായിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും. ഇത് വൃത്തിയാക്കാനുള്ളതല്ല. അതെ. ഈ ബോണ്ടിമേൽ കണ്ടില്ലേ, ഇവിടെ സ്ക്രാച്ച് കുറച്ചുണ്ട്. ഇത് വൃത്തിയാക്കണ്ട. പിന്നെ ടയർ കണ്ടീഷൻസ് കുറച്ച് കുറവാണ്. ഓക്കെ. ഇന്റീരിയർ ഭാഗത്ത് നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. ക്വാളിറ്റി പക്കല്ലേ? അതെ. ക്വാളിറ്റി മെക്കാനിക്കലി ഫിറ്റ് ആണ്. അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കട്ടോ. ഒരു റിഡ്സ് കാറ് ഡീസലാ പെട്രോളാ? ഇത് ഡീസൽ വണ്ടി അല്ല? എങ്ങനെയായിരുന്നു? 2012 മോഡൽ. 2012 മോഡൽ തേർഡ് ഓണർഷിപ്പ് ആണ്. VDI ഓപ്ഷൻ? VDI വേരിയന്റ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, AC 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് സംഭവങ്ങളൊന്നുമില്ല. ഗ്ലാസ് മാറിയതാണ്. മെയിൻ ഗ്ലാസ് മാറിയതാണ്. വേറെ പിന്നെ മേജർ ആയിട്ട് പ്രശ്നങ്ങളൊന്നും. ക്വാളിറ്റി ഒക്കെ പക്കല്ലേ? ഓക്കെ. മെക്കാനിക്കലി ഒക്കെ ഫിറ്റ് ആണ്. എത്രക്ക് ചെയ്യാൻ പറ്റിയത്? 2,25,000 രൂപ കൊടുക്കും. 2,25,000 കൊടുക്കാം. 2012 വണ്ടി. 12 ന്യൂ ഷേപ്പ് അല്ല. ഓക്കെ. ഇവിടെ ഒരു ന്യൂ ഷേപ്പ് കാണിച്ചു കൊടുക്കും. ഇത് ന്യൂ ഷേപ്പ് അല്ലേ? അതെ. ഇത് ന്യൂ ഷേപ്പ്. ഇതെങ്ങനെയായിരുന്നു? 2012 ലാസ്റ്റ് വണ്ടിയാണ്. 2012 ലാസ്റ്റ്. 2012 ന്യൂ ഷേപ്പ് തുടങ്ങുന്നത്. 12 ലാസ്റ്റിലാണ് ന്യൂ ഷേപ്പ് തുടങ്ങുന്നത്. ആദ്യത്തിലൊക്കെ വരുന്നത് അതുപോലെ അങ്ങനെ വരുന്നത് അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടി. ഇത് ഓട്ടം എത്ര ഉണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,39 ഓടിയ വണ്ടി സെക്കൻഡ് ഓണർ. VDI ഓപ്ഷൻ? VDI വേരിയന്റ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ നീറ്റ് ഇന്റീരിയർ, അതുപോലെ തന്നെയാണ് ബോഡി ഒക്കെ. അതെ, നല്ല വീൽ കപ്പിന്റെ ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി. ഇത് എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2,60,000 രൂപ കൊടുക്കും. 2,60,000. ഇത് സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കും അല്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2010 മോഡലാണ്. 10 വണ്ടി. ഓക്കെ. ഇത് ഫസ്റ്റ് എഡിഷൻ അല്ല സ്വിഫ്റ്റിന്റെ? അതെ. ടൈപ്പ് 1 ആണ്. 2010 മോഡല്. പേപ്പർ 2030 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ തേർഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടിയാണ്. ക്വാളിറ്റി ഒക്കെ എന്ത് പാട്?
ക്വാളിറ്റി നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് വണ്ടി. 2010 അപേക്ഷിച്ച് ബെസ്റ്റ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? അതെ. മെക്കാനിക്കൽ ഫുൾ ഫിറ്റ്, മെക്കാനിക്കലി ഫുൾ ഓപ്ഷൻ പിന്നെ വീഡിയോ അല്ല ഇത് LD ആണ്. കൺവേർട്ട് ആക്കിനാ വീഡിയോയിലേക്ക്. 4 ഡോർ പവർ വിൻഡോസ് ആണ്. 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതെ. ഇപ്പൊ വീഡിയോ ഓപ്ഷൻ ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 1,70,70,000 രൂപ കൊടുക്കാം. 1,70,000 കൊടുക്കാം. 2030 വരെ പേപ്പറുള്ള വണ്ടി 1,70,000. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതെ. ഇവിടെ ഒരു ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടി, അതായത് ടൈപ്പ് 2 ഇറങ്ങിയ വണ്ടി. അതെ. ഇതെങ്ങനെയായിരുന്നു? ഇതും ഡീസൽ വണ്ടി. 2013 മോഡൽ ഡീസൽ എഞ്ചിൻ VDI വേരിയന്റ്. ഓക്കെ. തേർഡ് ഓണർഷിപ്പ് ആണ്. ഇത് എത്ര മോഡലാ പറഞ്ഞത്? 2013 മോഡൽ. 13 വണ്ടി. 2013 തേർഡ് ഓണർഷിപ്പ് ആണ്. ഓപ്ഷൻ പിന്നെ VDI ആണ്. ഓക്കെ. പിന്നെ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 4 ടയർ, പുതിയ 4 ടയർ ഉണ്ട്. ഇൻഷുറൻസ് നിലവിൽ തീർന്നു കിടക്കാണ്. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. നല്ല അടിപൊളി വണ്ടി. 3,20,000 രൂപ. 3,400 കൊടുക്കാം. 3,20,000 കൊടുക്കാം. ഓക്കെ. 2013 VDI വണ്ടി അല്ലേ? ഏകദേശം വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഉള്ളു നോക്കുകയാണെങ്കിൽ പുറത്തു നോക്കുകയാണെങ്കിൽ ഈ വണ്ടി എടുക്കുന്ന ആൾക്ക് 1 രൂപയുടെ ചെലവില്ല. ഫുൾ കട്ട ടയർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സെറ്റ് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്കൊരു 2.5 ലോണൊക്കെ എത്ര കിട്ടും? ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര? 2.5 മുതൽ 2.25 വരെ ലോൺ ചെയ്യല. ഒരു 10-50 ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടി. 7 സീറ്റ് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. 2 വണ്ടിയുണ്ട്. എർട്ടിക വണ്ടിയാണ്. അതും ഒരു നോർമൽ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ് അല്ലെ? അതെ. ഇത് നമുക്ക് ആദ്യം വൈറ്റ് കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2013 മോഡല് ഡീസൽ എഞ്ചിൻ VDI വേരിയന്റ്. ഓക്കെ, VDI ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. 1.5 ലക്ഷം കിലോമീറ്റർ, 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. അതായത് ആദ്യത്തെ ഓണർ ആണ്. ഷോറൂമിൽ പോയിട്ടുള്ളൂ. 1,18,000 വരെ ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. 2022 1,18,000 ആണ് ഓടിയത്. 1.5 ലക്ഷം കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടിയിട്ടുണ്ടല്ലേ? വേറെ വണ്ടിമേ വേറെ മേജർ പരിക്കുകളൊന്നുമില്ല. ചെറിയ ബമ്പർ പോലത്തെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. പിന്നെ ടയറൊക്കെ 4ഉം ഫുൾ കട്ട ടയർ എന്ന് പറയും. അപ്പോളോന്റെ ടയർ 4 എണ്ണം ഒരേ പാറ്റേണിൽ വരുന്ന 4 ടയർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ 3 ലക്ഷം രൂപ IDV-ലുള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഫുൾ ലോണിൽ ഇറക്കല്ലേ? ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റില്ല. ഏകദേശം 3.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. 4 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. 4 ലക്ഷം രൂപയാണ്. 3.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. വണ്ടി മിയാമി അല്ല? മിയാമിയ വണ്ടി. കണ്ണി ചിമ്മിട്ട് എടുക്കാം തീർച്ചയായിട്ടും. ഓക്കെ, ടെൻഷൻ വേണ്ട. എർട്ടിക, അതായത് ഒരു ചെറിയ ബഡ്ജറ്റിൽ എർട്ടിക നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. നല്ല വണ്ടി. അതേപോലെ തന്നെ അത് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു? ഇത് 2014 മോഡൽ. ഇതൊരു സിൽവർ കളർ. 2014 മോഡൽ. 14. ഓക്കെ. ഡീസൽ എഞ്ചിൻ തന്നെയാണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസിൽ ഓടിയ വണ്ടി. ടെൻഷൻ വേണ്ട. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെട്ടി പീസ് അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 4 ടയർ പുതിയതാണ്. ഓക്കെ. അതുപോലെ ഇൻഷുറൻസും പിന്നെ നവംബർ മാസം വരെയുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഫുൾ കവർ. നല്ല വണ്ടിയല്ല. ഉള്ളു പുറത്തൊക്കെ നോക്കാൻ ആള് വൃത്തിയുണ്ട്. ആലോചിച്ചൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ്. 4,40,000 ആണ് വില. 4,40,000 ആസ്കൈനെ. അതെ. ഇത് ലോൺ എത്ര കിട്ടും? ഇതും ഒരു 3.25 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റൂല. ഒരു 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. ചെറിയ ബഡ്ജറ്റില്, അതായത് ഡീസലില് 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഫോർഡ് ഫിഗോ. ഇത് എങ്ങനെയായിരുന്നു നിൽക്കുക മോഡല്? 2013 മോഡൽ. ഓക്കെ. 2013 മോഡലാണ്. ഈ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി, കോഴിക്കോട് വണ്ടി. ഓക്കെ. തേർഡ് ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോ കുറവുണ്ട്. അതെ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ? ഓക്കെ. ടയറൊക്കെ ഫുൾ കട്ട ടയറാണ്. ടയറൊക്കെ ഒരു ആവറേജ് ലെവൽ. വണ്ടി ഒരു റീപ്ലേസ്മെന്റും ഇല്ല. പെട്ടി പീസ് ഒരു റീപ്ലേസ്മെന്റും ഇല്ല. നല്ല ബോഡി. ഒന്നുമില്ല. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 1,30,000 രൂപ കൊടുക്കാം. 1,30,000 കൊടുക്കാം. അതും 2013 ഡീസൽ വണ്ടി. കിലോമീറ്റർ കുറവുണ്ട് കേട്ടോ. മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് അല്ലേ? ഫുൾ ഫിറ്റ് ആണ്. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു ആൾട്ടോ കാർ കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് 2010 വണ്ടി. 2009 മോഡൽ. 10 രജിസ്ട്രേഷൻ. 30 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല.
റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്നിട്ട് ഈ ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് മാറിയിട്ടുണ്ട്. മേജർ ആവുന്നതാ? അല്ലല്ല, അത് വേറെന്തോ കാരണം കൊണ്ട് മാറി. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ. ഓക്കെ. വേറെ അബ്രോണിക് പ്രശ്നങ്ങളില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. നല്ല മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ല? അതെ. ഇത് ഇവിടെ പാർക്കിംഗ് സെയിലാണ്. ഇവിടെ ഈ നാട്ടിലുള്ള വണ്ടിയാണ്. എടുക്കുന്ന ആൾക്ക് എന്ത് പണിയുണ്ടോ? ഇല്ല, നിലവിലൊരു പണിയില്ല. ഇത് എത്ര കൊടുക്കാം? നമുക്കൊരു 1.10 കൊടുക്കാം. 1.10 കൊടുക്കല്ലേ? നമുക്ക് പാർട്ടിനെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുറപ്പിച്ച് വാങ്ങാം. ആവശ്യക്കാർ വരട്ടെ, വില കുറച്ച് തരും കേട്ടോ. കിണ്ണം പോലത്തെ ഒരു ആൾട്ടോ 800 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ മോഡല്? ഇത് 2018 മോഡല്. 18 മോഡല് 19 രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ലേ? അതെ. ഓട്ടോ എത്ര ഉണ്ട്? 68,000 കിലോമീറ്റർ. വെറും 68,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി, അതും സെക്കൻഡ് ഓണർ. അതെ. ഓക്കെ. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. ഓക്കെ. എത്ര കൊടുക്കാം? 2,70,000 എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കാം. എത്ര ലോൺ കിട്ടും? ലോൺ ഏകദേശം ഒരു 2.25, 2.30 ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റില്ല. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതായത് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 10 രൂപ കൂടുതൽ കൊടുത്താലും വണ്ടി ഹൈ ക്വാളിറ്റി അല്ല. ഇവിടെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു? ഇത് 2014 മോഡലാണ്. 2014 സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഇന്നലെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ചെയ്തിട്ടില്ല, വൃത്തിയാക്കാനുണ്ട്. ഒരേ ഒരു ഓണർ അല്ലേ? അതെ, സിംഗിൾ ഓണർ ആണ്. 1,00,000 കിലോമീറ്ററിന്റെ മേലെ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ട് വേറെ വണ്ടി പ്രശ്നമൊന്നും ഇല്ല. അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങൾ പണികളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. വൃത്തിയാക്കേണ്ട പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കുക. അതെ, മെക്കാനിക് ഫിറ്റ് ആണ്. അതായത് ബോഡി പരമായിട്ട് ചെറിയ വൃത്തിയാക്കലെല്ലാം ഉണ്ട്. പെയിന്റ് ടച്ചപ്പ് എല്ലാം ആക്കാനുണ്ട്. അതെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 1,15,000 രൂപ കൊടുക്കാം. 1,75,000 1,75,000 കൊടുക്കാം. 2014 സിംഗിൾ ഓണർ. ലോൺ കിട്ടൂല ഇതിന്? അതെ. ഒരു 1,50,000 രൂപ ലോൺ. 1,50,000 രൂപ ലോൺ കിട്ടും. 10-25 രൂപ കൊണ്ടുവന്നാല് വണ്ടി ഇറക്കിയിട്ട് കൊണ്ടുപോവാം. ഒരു കിണ്ണം പോലത്തെ മാരുതിന്റെ സെലേറിയോ മാനുവൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ലത്തീഫ് ഇത് മോഡല്? 2016 മോഡൽ. 16 വണ്ടി. 2016 VXi ആണ്. ഓപ്ഷൻ പിന്നെ VXi അല്ലേ? സിംഗിൾ ഓണർ. ഒരേ ഒരു ഓണർ. ഫസ്റ്റ് ഓണർ. ഓട്ടോ എത്രയുണ്ട്? 90,000 കിലോമീറ്റർ. ഓട്ടം കുറവുണ്ട് അല്ല? വലിയ ഓട്ടോ അല്ല? ഇല്ല. 90,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 വർഷമായ വണ്ടിയല്ലേ? അതെ. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ ഓട്ടോ അല്ല. വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ. പെട്ടി പീസ് ആണ്. ഇത് എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് 2,95,000 രൂപ കൊടുക്കാം. 2,95,000 കൊടുക്കാം. അല്ല, അതും 2016 വണ്ടി, സിംഗിൾ ഓണർ, 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. ആവശ്യക്കാർ വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ഒരു ഗ്രേ കളർ, എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2022. ഓ, ലേറ്റസ്റ്റ് അല്ലേ? 2022. 45,000 കിലോമീറ്റർ. വെറും 45,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. വണ്ടിമ ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുതിയ 4 ടയർ ഉണ്ട്. 4 ടയർ. അതെ, പുതിയ ബാറ്ററിയാണ്. ഇൻഷുറൻസ് നിലവിൽ തീർന്നു കിടക്കാണ്. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഒന്നും നോക്കണ്ട. എടുക്കാം. അതെ. 3,60,000. 3,60,000 അല്ല? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ആഡംബരക്കാർ ടൊയോട്ട കൊറോള അൾട്ടിസ്. അതെ അല്ല? ഫസ്റ്റ് വന്ന വണ്ടി അല്ലേ? ഇത് എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2013 മോഡല്. 13 വണ്ടി. രജിസ്ട്രേഷൻ ആണ് കേട്ടോ. നമ്പർ മാറിയ വണ്ടി. കോഴിക്കോട് നന്മണ്ട RTOയിൽ 2022 നമ്പറായ വണ്ടിയാണ്. വണ്ടി എന്തുപാട് മെക്കാനിക്കൽ കാര്യങ്ങൾ? മെക്കാനിക്കലി നിലവിലൊരു കുഴപ്പങ്ങളൊന്നുമില്ല. വർക്കിംഗ് റണ്ണിങ് കണ്ടീഷൻ ആണ്. പെർഫെക്റ്റ് ആണ് അല്ലേ? ഓക്കെ. പിന്നെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് കിലോമീറ്റർ നമുക്ക് ജെനുവൻ ആണെന്ന് പറയാൻ പറ്റില്ല. 1,57,000 ആണ് ഇതിന്റെ മീറ്ററിൽ കാണുന്നത്. റീവണ്ടി ആയതുകൊണ്ട് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റൂല. വണ്ടി മെക്കാനിക്കൽ. മെയിൻ ക്ലാസ് മാറിയില്ല? മെയിൻ ക്ലാസ് മാറിയിട്ടില്ല. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും കാണാനില്ല. ബമ്പർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. വേറെ ഡോറോ ഡിക്കിയോ ബോണറ്റോ ഒന്നും മാറിയില്ല. 2000 എത്ര മോഡലാണ്? 2013 വണ്ടി. ഡീസൽ എഞ്ചിൻ ജെ വേരിയന്റ്. ജെ ആണ് അല്ല? ഇത് ഡീസൽ 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും. നല്ല മൈലേജ് കിട്ടും. 18 to 22 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. അതെ. ഇത് എത്രയൊക്കെ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് നേരത്തെ ഇവിടെ നമ്മൾ 3,45,000 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കത് പരമാവധി കുറച്ച് കൊടുക്കാം. ഒരു 3,50,000 രൂപ. 3,50,000 രൂപ കൊടുക്കല്ലേ? ആവശ്യക്കാർ വരട്ടെ. നിസാന്റെ സണ്ണി ആണ്. ഡീസൽ ആണ്. അതും നല്ല മൈലേജ് കൂടുതൽ കിട്ടും. നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെഡാൻ വണ്ടി. അതെ. ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2013 മോഡല്. കേരള വണ്ടി അല്ലേ? കേരള വണ്ടി, ഒറിജിനൽ കേരള. ഓക്കെ. ഇവിടെ തിരൂരങ്ങാടി, നമ്മളൊക്കെ ഇപ്പൊ തിരൂരങ്ങാടി ഇത് ഓപ്ഷൻ ഫുള്ളാ അല്ല, XL ആണ് ഇതിന്റെ മിഡില്. ഫുള്ളിന്റെ നേരെ താഴെ വരുന്നത്. ഫുള്ളിന് നേരെ താഴെ വരുന്നത്. ഓക്കെ. ഓട്ടൊക്കെ 1,26,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല.
വണ്ടി മിയാമിയാ? അതെ അതെ അതെ. ഓക്കെ. കണ്ണി ചിമ്മിട്ട് എടുക്കല? കണ്ണ് ചിമ്മിട്ട് എടുക്കാം. എത്ര ആസ്ക് ചെയ്യണേ? 2.25 ലക്ഷം രൂപ. 2.25 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാർ വരച്ചല്ല? അതെ അതെ. ലോൺ കിട്ടൂലേ ഇതിന്? ലോണ് കിട്ടും. ലോൺ കിട്ടും. മാക്സിമം ഒരു 10 അല്ലല്ല 2.5 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. 10-25 റുപ്യ ഉണ്ടെങ്കിൽ ലോൺ തുറക്കാൻ പറ്റിയ വണ്ടി. 2013 മോഡൽ. 2013 2.25 to 2.5 ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ആവശ്യക്കാർ വന്നു നോക്കോട്ടെ. ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയിട്ട് വന്നിട്ടുള്ള ഒരു ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. എത്ര മോഡലായിരുന്നു? 2008 G4 ആണ് ഓപ്ഷൻ വരുന്നത്. G4 വേരിയന്റ് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കി. അതെ അതെ അതെ. റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി. 28 വരെ പേപ്പർ ഉണ്ടാവും. അതെ അതെ അതെ. 28 വരെ പേപ്പറുള്ള 7 സീറ്റർ വണ്ടിയാണ്. ഓക്കെ. ചെറിയ അറ്റകുറ്റപ്പണിക്ക് ഉണ്ടല്ലോ. അതെ അതെ. ബോഡിമേൽ പിന്നെ കുറച്ച് ചില്ലറ വർക്കുകളൊക്കെ സ്ക്രാച്ച് കാര്യങ്ങൾ അത് ടച്ചപ്പ് പുട്ടിയൊക്കെ ഇടേണ്ടി വരും. അതെ അതെ അതെ. അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. അതെ അതെ. വൃത്തിയാക്കിയിട്ട് പിന്നെ മെക്കാനിക്കലി ആയിട്ട് ക്ലച്ചിന്റെ ഒരു വർക്ക് എടുക്കാനുണ്ട്. അതെല്ലാം ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ. ക്ലച്ചിന് ചെറിയ പണിയുണ്ട്, അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. എത്ര ആസ്ക് ചെയ്യണേ? 3,20,000. 3,20,000 അല്ല, എല്ലാ പണിയും തീർത്ത് തരും. 3,20,000 ആസ്ക് ചെയ്യുന്നത്.